പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചോയ്ക്കുട്ടി സ്റ്റുഡൻസ് ഫൗണ്ടേഷൻ്റെ ചോയ്ക്കുട്ടി വാർത്താചിത്ര പുരസ്കാര ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. സ്വാഗതം പറയുന്നതിന് വേണ്ടി MT വിധുരാജിനെ ക്ഷണിക്കുന്നു. ചോയ്ക്കുട്ടിയേട്ടൻ്റെ സ്മാരകത്തിൽ നമ്മൾ അനൗൺസ് ചെയ്തിരുന്ന ന്യൂസ് ഫോട്ടോഗ്രാഫി അവാർഡിൻ്റെ 3ാമത്തെ അവാർഡാണ്. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഏകദേശം 3 കൊല്ലം ആവുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസായ കുറച്ച് പേരെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മളെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഒരു സ്മാരകം എന്തെങ്കിലും വേണം എന്നുള്ളത് തീരുമാനിച്ചത്. ഞങ്ങൾ കുറച്ച് പത്രത്തിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിൽ ഫോട്ടോഗ്രാഫി പാഷനായിട്ട് നടക്കുന്ന മറ്റ് പലരും ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ തന്നെ അതിൽ നിന്നൊരു സാമ്പത്തികം സ്വരൂപിച്ചാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരുന്നത്. ഇത്തവണ നമ്മൾ ഒരു ഗസ്റ്റിനെ അന്വേഷിക്കുമ്പോൾ ചോയ്ക്കുട്ടിയേട്ടനുമായിട്ട് വളരെ അടുത്ത പരിചയമുള്ള ഒരാളായിരിക്കണം എന്നുള്ള നിർബന്ധത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ജോയേട്ടനെ വിളിച്ചത്. അങ്ങനെയാണ് ജോയേട്ടൻ ഈ പരിപാടിക്ക് വന്നതും. നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വളർന്നു വരുന്ന അല്ലെങ്കിൽ നിലവിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രങ്ങളെടുത്ത ഫോട്ടോഗ്രാഫറെ ആദരിക്കുക, അതിലൂടെ നമ്മൾ ചോയ്ക്കുട്ടിയേട്ടനെയും ആദരിക്കുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 വർഷമായി നമ്മൾ ഈ ഒരു ചടങ്ങ് നടത്തുന്നു. നമ്മളെ വെന്യൂ ഇവിടെ തന്നെയായിരുന്നു. എല്ലാ വർഷവും പ്രസ് ക്ലബ് ഹാളിലാണ് നമ്മൾ ഈ ചടങ്ങ് നടത്താറുള്ളത്. ചോയ്ക്കുട്ടി സ്റ്റുഡൻസ് ഫൗണ്ടേഷൻ രൂപീകൃതമാവുന്നത് 2024 ചോയ്ക്കുട്ടിയേട്ടൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടുള്ളത്. അദ്ദേഹം നിരവധി കുട്ടികളെ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളെ ഞങ്ങൾ തേടിപ്പിടിക്കലായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ദൗത്യം. ഈ ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫി അവാർഡ് എന്നുള്ള ഒരു ആശയം ഞാനും വിധുവും കൂടി സംസാരിച്ചിട്ടാണ് രൂപപ്പെടുന്നത്. പിന്നീട് അതിലേക്ക് നമ്മൾ ചോയ്ക്കുട്ടിയേട്ടൻ പഠിപ്പിച്ച ഓരോ വിദ്യാർത്ഥികളും കടന്നു വരികയായിരുന്നു. ശ്രീജേഷ്, പിന്നെ അതുപോലെ നിതീഷ്, അങ്ങനെ മേഖലയിലുള്ള ഒരുപാട് വിദ്യാർത്ഥികളും അതോടൊപ്പം അദ്ദേഹം പഠിപ്പിച്ച മറ്റ് വിദ്യാർത്ഥികളും ചേർന്നതാണ് ഈ ഫൗണ്ടേഷൻ. ഇതിൻ്റെ ആദ്യത്തെ പുരസ്കാരം നമ്മൾ നൽകുന്നത് 2024 24 വാസുവേട്ടനായിരുന്നു ആ പുരസ്കാരം വിതരണം ചെയ്തത്. അത് ലഭിച്ചത് മാതൃഭൂമിയിലെ P. കൃഷ്ണപ്രദീപിനായിരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ജൂറി പരാമർശത്തേക്ക് പോവുകയാണ്. 51 ചിത്രങ്ങളിൽ 3 ചിത്രങ്ങളാണ് അവസാന റൗണ്ടിലേക്ക് എത്തിയത്. ഈ 3 ചിത്രങ്ങളും സ്പോട്ട് ചിത്രങ്ങളായിരുന്നു. എന്നാൽ വാർത്തയോട് കൂടുതൽ ചേർന്നു നിൽക്കുന്നതും ഫോട്ടോഗ്രാഫറുടെ പ്രയത്നവും മാനിച്ചാണ് തേനീച്ച ബോംബ് എന്ന ചിത്രത്തിലേക്ക് ജൂറി ഐക്യകണ്ഠേന എത്തിയത്. തേനീച്ചയുടെ കുത്തേറ്റിട്ടും ചിത്രമെടുക്കാൻ ഫോട്ടോഗ്രാഫർ കാണിച്ച ആർജവവും കാലങ്ങളായി തേനീച്ചക്കൂട് മാറ്റാത്ത അധികൃതരുടെ അനാസ്ഥയും ചിത്രത്തിൽ പ്രതിഫലിക്കുന്നു. തേനീച്ചയുടെ കുത്തേൽക്കാതിരിക്കാൻ ഉപയോഗിച്ച കാർഡ്ബോർഡ് പെട്ടി മദ്യക്കുപ്പികളുടേതാണെന്ന കൗതുകവും ചിത്രത്തിലുണ്ട്. വിധി നിർണ്ണയിക്കാനെത്തിയ വാർത്താ ചിത്രങ്ങൾ പലതും ഉദ്ദേശിച്ച നിലവാരത്തിലെത്തിയില്ല എന്ന് ജൂറി നിരീക്ഷിച്ചു. പരമ്പരാഗത രീതിയിൽ നിന്ന് മാറണം ന്യൂസ് ചിത്രങ്ങൾ എന്ന് നല്ല ചിത്രങ്ങൾക്കായുള്ള അന്വേഷണവും പ്രയത്നവും ഫോട്ടോ ജേർണലിസ്റ്റുകളിൽ നിന്ന് ഉണ്ടാവണം എന്നും ജൂറി ഓർമ്മിപ്പിച്ചു. അവാർഡ് നേടിയ ചിത്രം കാണിക്കുകയാണ്.
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചോയ്ക്കുട്ടിയേട്ടൻ്റെ പേരിലുള്ള മുൻപത്തെ 2 അവാർഡുകൾ കൊടുത്തതും 2 മഹൽ വ്യക്തികളാണ്. ഒന്ന് MT വാസുദേവൻ നായർ, മറ്റൊന്ന് കൽപ്പറ്റ നാരായണ മാഷ്. ഗുരോ വാസുവേട്ടനാ, അതായാലും വലിയ ആൾ. മൂന്നാമത് ഇവർക്കൊന്നുമില്ലാത്തൊരു യോഗ്യത എനിക്കുണ്ട് എന്നുള്ളതാണ് എന്നെ വളരെ സന്തോഷവാനാക്കുന്നത്. ഇതേ പ്രസ് ക്ലബ്ബിൽ പത്രക്കാരൻ്റെ കുപ്പായിട്ട് പല പ്രസ് മീറ്റിങ്ങിലും വരികയും പത്രസമ്മേളനങ്ങൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്കത് വളരെ അഭിമാനകരമായൊരു നിമിഷമായിട്ട് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ചോയ്ക്കുട്ടിയേട്ടൻ എനിക്ക് വളരെ അടുത്തറിയുന്നൊരു വ്യക്തിയാണ്. കോഴിക്കോട് എനിക്കൊരു പ്രസാധക സംരംഭം ഉണ്ടായതൊക്കെ നിങ്ങൾക്കറിയാം. ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു. അത് കോഴിക്കോട്ടൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു. പല സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എഴുത്തുകാരും ഒക്കെ സമ്മേളിക്കുന്ന ഒന്നായിരുന്നു ബോധി ബുക്സ്. അവിടുത്തെ നിരന്തര സന്ദർശകനായിരുന്നു ചോയ്ക്കുട്ടിയേട്ടൻ. ചോയ്ക്കുട്ടിയേട്ടൻ ഓരോ യാത്ര, ടൗണിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം വിശ്രമിക്കുന്നൊരിടമാണത്. വളരെ കുറച്ച് സംസാരിക്കുന്ന, വളരെ മൃദുലപ്രകൃതിയായ ഒരു മനുഷ്യൻ. പറഞ്ഞ പോലെ ഫോട്ടോ എടുത്തതൊന്നും അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. ഫോട്ടോ എടുത്തതൊക്കെ പറയും, ഇന്ന ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ എടുത്തൊക്കെ പറയും. ഏറ്റവും സവിശേഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചോയ്ക്കുട്ടിയേട്ടൻ ഈ പറഞ്ഞ പോലെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ തെരുവോരങ്ങളിലെ മനുഷ്യർ, യാചകർ, അതേപോലെ രാഷ്ട്രീയപരമായി വ്യത്യസ്തത പുലർത്തുന്ന ഫോട്ടോഗ്രാഫ്. ഇപ്പോൾ ഇവിടെ തന്നെ ഉള്ള ഫോട്ടോ നമുക്ക് കണ്ടറിയാം, വാസുവേട്ടൻ്റെ ഫോട്ടോ കണ്ടറിയാം. അജിതയുടെ കല്യാണ ഫോട്ടോ എടുക്കാനെന്ന് ചോയ്ക്കുട്ടിയേട്ടനെ വന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ മറ്റുള്ള പ്രഖ്യാത ഫോട്ടോഗ്രാഫർമാർക്ക് തോന്നാത്ത തോന്നലുകളുള്ള അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ നിസ്സഹായതകളിലാണ് ചോയ്ക്കുട്ടിയേട്ടൻ്റെ ക്യാമറ എപ്പോഴും സഞ്ചരിച്ചിരുന്നത്. ആ ചോയ്ക്കുട്ടിയേട്ടൻ്റെ പേരിലൊരു അവാർഡ് കൊടുക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചപ്പോൾ ഞാൻ ശരിക്കും സത്യത്തിൽ എനിക്ക് 2-3 ജോലി ഏറ്റെടുത്ത് തിരക്കിലായിരുന്നു. വീണ്ടും ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. പക്ഷേ ഞാൻ ആദ്യം ഒഴിയാനൊക്കെ നോക്കി. പക്ഷേ ഇപ്പോൾ ഈ വേദിയിലുള്ള എല്ലാവരും തന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട, പല അർത്ഥത്തിൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ വിദുരാജാണെങ്കിൽ എൻ്റെ ആത്മീയ ഗുരു ആയ മധുമാസ്റ്ററുടെ മകനാണ്. അപ്പോൾ അവൻ ആദ്യമായിട്ടൊരു പരിപാടിക്ക് തന്നെ വിളിക്കുക. ഞാൻ എടുത്ത് നടന്ന കുട്ടിയാണ് അവനൊക്കെ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് വിളിക്കില്ല ജോയേട്ടൻ, നിങ്ങൾ വരണം, എന്തായാലും വരണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ തരുമെന്ന് ചോദിച്ചേ. ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റിങ്കുരാജനാന്ന് വിചാരിച്ചത് അത്. അപ്പോൾ ഈ നിങ്ങളെല്ലാത്തിലെങ്കിലും പൈസ വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ, ഞാൻ വരാമെന്ന് പറഞ്ഞു, എന്തായാലും വരാമെന്ന് പറഞ്ഞു. 2 ദിവസം മുമ്പ് വരെയ്ക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു, വരാൻ പറ്റുമല്ലേ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരായ പീതാംബരൻ, എൻ്റെ പഴയ ചിരകാല സുഹൃത്ത്, എത്രയോ കാലത്തെ ബന്ധം. ഷട്ടർ എന്ന സിനിമയ്ക്ക് എനിക്ക് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയ ഫംഗ്ഷൻ ഫോട്ടോ എടുത്ത് പീതാംബരനാണെന്നുള്ളത് എനിക്ക് കൂടുതൽ സന്തോഷകരമായൊരു മുഹൂർത്തമായിരുന്നു. പീതാംബരൻ പെട്ടെന്ന് സ്റ്റേജിലേക്ക് ഓടി വരികയാണ്, സ്റ്റേജിനടുത്തേക്ക്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് ആ ഫോട്ടോ ഒക്കെ എനിക്ക് CD യിലാക്കി തന്നു. എൻ്റെ കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ട് അത് മിസ്സായി എന്നുള്ളൂ. അബൂബക്കറാണ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ്. തീപ്പൊരി ആയിരുന്ന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അബൂബക്കർ. പിന്നെ അതിൻ്റെ അയൽവാസിയായി. അതുപോലെ ആർമോനെ പിന്നെ പറയണല്ലോ, കൊത്തിപ്പിരിഞ്ഞ കളി എന്ന് പറയുന്ന ആർമോൻ റിങ്കുരാജനിപ്പം പരിചയപ്പെട്ടു. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫി, ന്യൂസ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ പല പ്രഖ്യാത ഫോട്ടോഗ്രാഫർമാരെ പറ്റിയും നമ്മൾ കേട്ടിട്ടും വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു, കെവിൻ കാർട്ടർ എന്ന് പറയും. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ അറിയുന്ന ആളാണ്. ആഫ്രിക്കയിലെ ആ ഒരു സുഡാനിലെ ഏറ്റവും ക്ഷാമകാലത്ത് ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത്, വിശന്നിരിക്കുന്ന, തളർന്നിരിക്കുന്ന, മരിക്കാനായൊരു കുട്ടിയുടെ അടുത്തേക്ക് ഒരു കഴുകൻ വന്നിരിക്കുന്നതും കഴുകൻ ഇപ്പോൾ കൊത്തി വലിക്കും എന്നുള്ള ആ ഒരു ഫോട്ടോഗ്രാഫ് അന്ന് ആ കാലത്ത് 64 മറ്റോ പുലിറ്റ്സർ പ്രൈസ് കിട്ടിയൊരു ഫോട്ടോഗ്രാഫാണ്. അദ്ദേഹം പിന്നീട് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. വിഷാദരോഗം മൂർച്ഛിച്ച് പിന്നെ അയാൾക്ക് ഒരുപാട് അതിനെപ്പറ്റി പറയുക സ്റ്റോറികളുണ്ട്. അതായത് ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഫോട്ടോ എടുത്തു, അതിന് അവാർഡ് കിട്ടി. പക്ഷേ കുട്ടിക്കെന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ചെയ്യേണ്ടിയിരുന്നത് ആ കുട്ടിയെ കഴുകിൽ നിന്ന് രക്ഷിക്കേണ്ടതല്ലേ എന്നുള്ള രീതിയിലുള്ള ചിന്തകളാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പറയുന്നു.
അതല്ല, ഇവരൊരു 4 ആൾ ചേർന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അന്നത്തെ സൗത്ത് ആഫ്രിക്കയിലത്തെ ഈ കലാപങ്ങളും ഹിഡൻ വാർസ് ആ ബുക്കിൻ്റെ പേര്. ഫോട്ടോഗ്രാഫ്സ് എടുത്തിരുന്ന 4 പേരിൽ ഇയാളുടെ സുഹൃത്ത് മുമ്പേ കൊല്ലപ്പെട്ടു. അതിൻ്റെ വിഷാദം കൂടിയാണ് മരിക്കാൻ കാരണം എന്നൊക്കെ പറയുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ന്യൂസ് ഫോട്ടോഗ്രാഫിയിൽ അദ്ദേഹം എടുത്ത ആ ഫോട്ടോവിനടുത്ത് നിൽക്കുന്ന ഫോട്ടോസൊന്നും ഞാൻ വേറെ ന്യൂസ് ഫോട്ടോഗ്രാഫി കണ്ടിട്ടില്ല. വാർ ഫോട്ടോസും അതുപോലെ ഗാസയിലെയും അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ഹിരോഷിമയിലെ വിയറ്റ്നാമിലെ ബോംബ് വീണ സമയത്ത് ഓടിപ്പോകുന്ന കുട്ടിയുടെ പടം. ഇങ്ങനെ ന്യൂസ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അതിൽ ചരിത്രമാണത്. ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫർ ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾ എഴുതി പിടിപ്പിക്കുകയോ ഒന്നുമല്ലല്ലോ. ആ ഒരു ഫോട്ടോഗ്രാഫി കൂടെ ആ ഒരു ചരിത്ര മുഹൂർത്തം സൃഷ്ടിക്കുകയാണ്. ആ ചരിത്ര മുഹൂർത്തം നമുക്ക് അതിൻ്റെ ഉള്ളറകളിലേക്ക് പോകാനും അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരൊറ്റ ഫോട്ടോഗ്രാഫറാണ്. ഇപ്പോൾ റിങ്കുരാജിൻ്റെ ഫോട്ടോസ് എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് ഈ അവാർഡ് കിട്ടിയ ഫോട്ടോ അല്ല. ഈ മാലിന്യം നീക്കം ചെയ്യുന്ന ഒരാളുടെ ഒരു പടം കൊച്ചിയിലെ പറ്റല്ലേ, അതൊരു പടമുണ്ട്. ഫുൾ മലിനജലം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അഴുക്ക് നിറഞ്ഞ ജലത്തിലിരുന്ന് ഒരാളത് ക്ലീൻ ചെയ്യുന്നൊരു ഫോട്ടോ കണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇയാൾക്കാണ് അവാർഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചത് ഇങ്ങനെ. ഞാൻ എല്ലാ ഫോട്ടോയുടെ അടിയിൽ ആരാ ഫോട്ടോ എന്നൊക്കെ പത്രം കാണുമ്പോഴൊക്കെ നോക്കും. നമുക്ക് കോഴിക്കോട് ഫോട്ടോഗ്രാഫർമാരെ പറ്റി പറയുമ്പോൾ പലരെയും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇപ്പോൾ ടി നാരായണേട്ടൻ, അതുപോലെ നമ്മുടെ വിശ്വേട്ടൻ, മാതൃഭൂമിയിൽ വിശ്വേട്ടൻ, വേണുവേട്ടൻ, പിന്നെ ഒരുപാട് ആൾക്കാർ, ഇവരൊക്കെ പ്രകാശേട്ടൻ, ഇവരൊക്കെ കടന്നുപോയ വഴിയിലാണ് ചോയ്ക്കുട്ടിയേട്ടനും നമ്മൾ വിട്ടുപിരിഞ്ഞത്. അപ്പോൾ ഫോട്ടോഗ്രാഫർമാർ ഒരുപാടുണ്ട്. ന്യൂസ് ഫോട്ടോഗ്രാഫർമാരുടെ ഒരു പട തന്നെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ്. മൊബൈൽ കിട്ടിയപ്പോൾ പിന്നെ എല്ലാവരും ഫോട്ടോഗ്രാഫർമാരായി. പക്ഷേ ഫോട്ടോഗ്രാഫി മാത്രമല്ല ന്യൂസ് ഫോട്ടോഗ്രാഫി എന്നുള്ളതാണ്. അത് കാണുന്ന കാഴ്ചയുടെ പ്രശ്നം കൂടിയാണ്. നിങ്ങൾ ഏത് നിലപാടിൽ നിന്നുകൊണ്ടാണ് ഒരു ഫോട്ടോയെ ഒരു ന്യൂസിനെ സമീപിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സെലിബ്രിറ്റികളുടെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ പോലും അതേ സമയം തന്നെ അതിൽ തന്നെ രാഷ്ട്രീയം കാണുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ കണ്ണ്, അതിൽ തന്നെ ഒരു സാമൂഹ്യ നീതിയുള്ള ഒരു ഫോട്ടോഗ്രാഫറുടെ കണ്ണ്, അങ്ങനെയുള്ള ഒരു കാഴ്ചയുള്ള അങ്ങനെയുള്ളൊരു കാഴ്ചയുള്ള ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു ചോയ്ക്കുട്ടിയേട്ടന് വലിയ പദവികളോ അല്ലെങ്കിൽ വലിയ സമ്മാനങ്ങളോ ഒന്നും ലഭിച്ചില്ലെങ്കിൽ പോലും ചോയ്ക്കുട്ടിയേട്ടൻ ഇന്നും നമ്മളെ മനസ്സിൽ ഓർമ്മിക്കുന്നത് ഈ കോഴിക്കോടിൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനുള്ളതൊക്കെയാണ്. അദ്ദേഹം ക്യാമറയുടെ ലെൻസിലൂടെയല്ല അദ്ദേഹം ഫോട്ടോഗ്രാഫി കണ്ടത്, അയാളുടെ ഒബ്ജക്റ്റിനെ കണ്ടത് അയാളുടെ മനസ്സിൻ്റെ, അയാളുടെ ഹൃദയത്തിൻ്റെ കണ്ണിലൂടെയാണ് അദ്ദേഹം വാർത്തകളെ കണ്ടതും ഒബ്ജക്റ്റിനെ കണ്ടതും അത് ഫോട്ടോഗ്രാഫിയാക്കി മാറ്റിയതും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ചതിന് മുമ്പിൽ നിങ്ങളോട് നന്ദി പറയുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ റിങ്കുരാജിനെ ഈ അവാർഡ് കൊടുത്തു. ഇനിയും കൂടുതൽ സമ്മാനങ്ങൾ ലഭിക്കട്ടെ. അദ്ദേഹം IFFA എടുത്ത അവാർഡിനെ പറ്റി പറയായിരുന്നു, ഇപ്പോൾ ഞാൻ പറയുന്നില്ല. എനിവേ എല്ലാവരും കാണാൻ പറ്റിയാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയാലും എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് താങ്ക് യു. ജയ് ഹിന്ദ്. ഇങ്ങനെ ഓർമ്മയിൽ അവശേഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അവശേഷിപ്പിക്കപ്പെടേണ്ട ഒരാളല്ലെങ്കിലും ഈ ഓർമ്മ നൽകുന്ന ഊർജം തീർച്ചയായും ചെറുതല്ല. ആ മനുഷ്യൻ ജോയി വിശേഷിപ്പിച്ചു ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ എത്രയോ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ചോയ്ക്കുട്ടി. നമ്മൾ ആലങ്കാരികമായി മനുഷ്യ വിഭവശേഷി എന്നൊക്കെ വാർത്താമാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നതിനപ്പുറത്ത് ആന്തരികമായ മനുഷ്യ വിഭവശേഷി സംരക്ഷിക്കുകയും അത് അന്യരിലേക്ക് പകരാൻ കഴിയുന്നത്രയും ശ്രമിക്കുകയും ചെയ്ത ഒരാളാണ് ചോയ്ക്കുട്ടി. നിശബ്ദനായിട്ട് അതിൻ്റെ ഒരു ഇരയാകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അത്രയും കഠിനവും ഹാർദവും ആഴമേറിയതുമായ ഒരു സൗഹൃദമായിരുന്നു എനിക്ക് ചോയ്ക്കുട്ടിയായിട്ട് ഉണ്ടായിരുന്നത്.
ഉദാഹരണങ്ങൾ പറഞ്ഞാൽ തീരില്ല. അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ അടുത്തു നിൽക്കുന്നു എന്ന് എനിക്ക് അനുഭവപ്പെട്ടത് തീർച്ചയായും ജോയിക്കുട്ടിയിലൂടെയായിരുന്നു. ഞാനിവിടെ ഉണ്ട്. വയ്യാണ്ടിരുന്നപ്പോഴും മരണത്തിന് 2 മാസം മുമ്പും എന്നെ അന്വേഷിച്ച് വരുമായിരുന്നു. ബസ് കയറ്റി അയക്കാൻ എരഞ്ഞിപ്പാലത്തെത്തുമ്പോൾ അവിടെ വരെ നടന്ന് നിന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരണ്ട. സമ്മതിച്ചിരുന്നില്ല. അടുത്തത് പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ്. ജോയിക്കുട്ടിയുടെ പേരിലുള്ള അവാർഡ് സമ്മാനിച്ച് സംസാരിച്ച പ്രിയങ്കരനായ ജോയ് മാത്യു, പീതാംബരേട്ടൻ, PP അബൂക്കർ, R മോഹനൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ജോയിക്കുട്ടിയേട്ടനെ നമ്മൾ വീണ്ടും അനുസ്മരിക്കുകയാണ്. ഈ നഗരത്തിൽ നേരത്തെ പലരും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഒരു മികച്ച ഫോട്ടോ ജേർണലിസ്റ്റായി നിറഞ്ഞു നിന്ന ജോയിക്കുട്ടിയേട്ടൻ, നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ പരിചയമുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ കോഴിക്കോട്ട് ജേർണലിസ്റ്റ് വിദ്യാർത്ഥികളെ വന്ന കാലത്താണ് ജോയിക്കുട്ടിയേട്ടനെ മനസ്സിലാക്കിയത്. സാധാരണ ഫോട്ടോഗ്രാഫർമാരുടെ ആടയാഭരണങ്ങളോ വേഷവിധാനങ്ങളോ ഒന്നുമില്ലാതെ വളരെ ഒരു പാവമായി ഈ നഗരത്തിലൂടെ നടന്നു പോകുന്ന ജോയിക്കുട്ടിയെന്നാണ് എനിക്ക് ഓർമ്മയുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ശിഷ്യരാണ്. അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തി എല്ലാ വർഷവും ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർമാരെ കണ്ടെത്തി അവർക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡ് കൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശിഷ്യന്മാരുടെ ഒരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ മനുഷ്യൻ ഒരിക്കലും സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള ആളുകളായിട്ട് ബന്ധമുണ്ടായിരിക്കാം, പക്ഷേ അതൊന്നും പ്രകടമായിരുന്നില്ല. പുള്ളീൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ചക്കംകടവിലെ സാധാരണ തൊഴിലാളികൾ, റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടർമാർ, പാളയത്തെ ചുമട്ട് തൊഴിലാളികൾ, ഉന്തുവണ്ടിക്കാർ തുടങ്ങി ബംഗ്ലാദേശിലെ ലൈംഗിക തൊഴിലാളികൾ വരെയുള്ള ആളുകളായിട്ട് ജോയിക്കുട്ടിയേട്ടൻ. കാരണം അവരുടെയൊക്കെ വിഷമങ്ങൾ, സാധാരണക്കാരുടെ വിഷമം ചെറിയ വിഷമമായിരിക്കും, പക്ഷേ അത് മനസ്സ് തട്ടുന്ന വിഷമമായിരിക്കും. ഈ വിഷമം ഏറ്റവും അധികം അറിഞ്ഞിട്ടുള്ള ആൾ ജോയിയേട്ടനായിരിക്കും. മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായിട്ട് ഏറ്റെടുത്ത് അത് പരിഹരിക്കാൻ വേണ്ടി അങ്ങേയറ്റം ക്യാമറ ചലിപ്പിച്ച ഒരാളാണ് ജോയിയേട്ടൻ. അടുത്തത് സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റ് അബൂക്കർ. പ്രിയപ്പെട്ട ശ്രീ ജോയ് മാത്യു, EP മുഹമ്മദ്, അതുപോലെ നമ്മുടെ അവാർഡ് ജേതാവ് റിങ്കു മട്ടാഞ്ചേരിയിൽ, അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് ഞാൻ മുമ്പേ തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം. റിങ്കു മട്ടാഞ്ചേരി എന്നാണെങ്കിൽ ചിലപ്പോൾ അത് ശ്രദ്ധിക്കും. മട്ടാഞ്ചേരിയിൽ എന്ന് കൊടുത്തത് കൊണ്ട് മട്ടാഞ്ചേരി എന്ന് നമ്മൾ എറണാകുളം മട്ടാഞ്ചേരി ആയിരിക്കില്ല, വേറെ വീട്ടുപേരായിരിക്കും എന്ന് കരുതി. പക്ഷേ ഈ പടവും നമ്മൾ അവാർഡ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പടം മനോരമ കാണുന്ന മിക്കവാറും ആളുകളുടെ മനസ്സിലുള്ളൊരു പടമാണ്. അദ്ദേഹത്തിന് എൻ്റെ ഹർദ്ദമായ അഭിനന്ദനം ഈ അവാർഡ് നേടിയതിന്. പിന്നെ ശ്രീ ജോയിക്കുട്ടി, ഞാൻ ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ജോയിക്കുട്ടി പ്രസ് ഫോട്ടോഗ്രാഫർ ആയിട്ടില്ല. അപ്പം രാമാനുജൻ എന്ന ഒരു ലെജൻഡറി ഫോട്ടോഗ്രാഫറായിരുന്നു ആദ്യകാലത്ത് ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇടയ്ക്ക് ലീവ് വരുമ്പം ജോയിക്കുട്ടിയെ ദേശാഭിമാനിക്ക് വേണ്ടി പടമെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ടായിരുന്നു. പിന്നെ പിന്നീട് അദ്ദേഹം ആണെന്ന് തോന്നുന്നു എനിക്ക് കാലിക്കറ്റ് ടൈംസിലേക്ക് പോയത്. ഇപ്പം ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ജോയിക്കുട്ടിയെക്കുറിച്ച് പറയാനുള്ളത്. അതിന് മുമ്പായിട്ട് ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള അവർ ചെയ്ത ഒരു മഹത് കർമ്മത്തെ ഞാൻ അങ്ങേയറ്റം വിലമതിക്കുന്നു. അവർക്ക് എൻ്റെ ഹാർദമായ അഭിനന്ദനങ്ങൾ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അവർക്ക് തോന്നി, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർക്ക് എല്ലാ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇപ്പം നേരത്തെ R മോഹനൻ പറഞ്ഞു, കുഞ്ഞിബിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. അവസാനം മോഹൻ പറഞ്ഞത് നുഴഞ്ഞു കയറുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്, അങ്ങനെയാണ് ആ കുഞ്ഞിബിയുടെ പടം കിട്ടിയതെന്ന് പറഞ്ഞു. അതായത് നുഴഞ്ഞു കയറും, പക്ഷേ എവിടെയും തള്ളിക്കയറാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പിറകോട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഞാൻ കണ്ടത്. പിന്നെ മറ്റ് ഫോട്ടോഗ്രാഫർ എടുത്തതിനേക്കാളും ആയിരക്കണക്കിന് പടങ്ങൾ കൂടുതൽ ജോയിക്കുട്ടി എടുത്തിട്ടുണ്ടാവും. അദ്ദേഹം വിശ്വസിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ കർമ്മം
ചിത്രങ്ങൾ എടുക്കുക എന്നതാണ്. ചിത്രങ്ങൾ എടുത്ത് അത് ആര് പ്രസിദ്ധപ്പെടുത്തുന്നു, ആര് കാണുന്നു എന്നുള്ള അദ്ദേഹത്തിന് പ്രശ്നമല്ല. ചിത്രങ്ങൾ എടുക്കുക, ആ ചിത്രങ്ങൾ അദ്ദേഹം കണ്ട് നോക്കി എനിക്ക് തോന്നുന്നു അതുതന്നെ അയാൾ മനസ്സിൻ്റെ ഒരു സാഫല്യം എന്ന് തോന്നിയിട്ടുണ്ട്. പലരും ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ ചിത്രങ്ങൾ അങ്ങനെ അധികം പുറത്ത് പുള്ളി കാണിക്കാതെ വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. മറ്റൊന്ന്, ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ സ്വഭാവം, ഈ ഫോട്ടോഗ്രാഫിയോടുള്ള എന്താ പറയുക, നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാനാവാത്ത പ്രതിബദ്ധത, സ്നേഹം, ഇത് കാരണം ഒരു സ്ഥാപനത്തിൻ്റെ ആ അച്ചടക്കത്തിൻ്റെ മതിലുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ല ചോയ്ക്കുട്ടി. അത് ഇന്നത്തെ കാലത്ത് നോക്കുമ്പം അത് ഒരു പരിമിതിയായി തോന്നാമല്ലോ. ചോയ്ക്കുട്ടി പക്ഷേ അങ്ങനെയാണ്, ജീവിക്കുന്നത് തന്നെ ചിത്രങ്ങൾ എടുക്കാനാണ് എന്ന് വിശ്വസിച്ച ഒരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം. ഇവിടെ കുഞ്ഞിബിയുടെ കഥ പറഞ്ഞതുപോലെ ഇവിടെ നഗരത്തിലൊരു ആന ഓടിയ സംഭവം ഉണ്ടായിരുന്നു. ആന നഗരത്തെ മുഴുവനും വിറപ്പിച്ചോടി അവസാനം നടക്കാവുന്ന എവിടുന്നോ ആനയെ തളച്ചു എന്ന് തോന്നുന്നു. പക്ഷേ ആന ഓട്ടം എവിടുന്ന് തുടങ്ങിയോ എവിടെ അവസാനിപ്പിച്ചോ അതിൻ്റെ പിറകിൽ തന്നെ ചോയ്ക്കുട്ടിയും ക്യാമറയും ഉണ്ടായിരുന്നു. പക്ഷേ ആ പടം എനിക്ക് തോന്നുന്നത് പത്രത്തിൽ വന്നു എന്നുള്ള കാര്യം സംശയമാണ്. ചോയ്ക്കുട്ടിയുടെ പത്രത്തിൽ കൊടുക്കുക എന്നുള്ളതല്ല, പടം അത് കൈവശപ്പെടുത്തുക എന്നുള്ളത്. പിന്നെ പറഞ്ഞു ഈ വലിയ പരിപാടി, ആഘോഷ പരിപാടികൾ, ഉദ്ഘാടനം, അതിനോടൊക്കെ ചോയ്ക്കുട്ടിക്കൊരു പുച്ഛമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പടത്തെക്കുറിച്ച് പറയുമ്പം വളരെ ഇങ്ങനെ പെട്ടെന്ന് കളക്ടറേറ്റിൽ ഇങ്ങനെ ബോംബ് ഭീഷണി ഉണ്ടെന്നറിഞ്ഞ് ഞാൻ ഓടി ആദ്യം എത്തുന്നു. അവിടെ എത്തുന്നു. അപ്പം കാണുന്ന കാഴ്ച നേരത്തെ പറഞ്ഞ പോലെ ഈ കളക്ടറിൻ്റെ പശ്ചാത്തലത്തിൽ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ബോംബ് ഭീഷണിയാണ്. കളക്ടറേറ്റിന് മുൻപിൽ നിൽക്കുമ്പം കളക്ടറിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ കളക്ടറേറ്റിൻ്റെ ഒരു പടമെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തേനീച്ചകളെല്ലാം കൂടെ, കാട്ടുതേനീച്ചയാണ്, ഓടി വന്ന് ഓരോരുത്തരെ കടിക്കാൻ തുടങ്ങുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ അയാളുടെ അടുത്തോട്ട് വേറെ ആരെങ്കിലും ചേരുവാണെങ്കിൽ ആ ഈച്ചകളെല്ലാം കൂടെ അയാളുടെ ദേഹത്തോട്ട് കൂടും. അങ്ങനെ ആ അന്തരീക്ഷം ഒരു പത്രക്കാർക്ക് പോലും അടുക്കാനൊക്കില്ല. ഞാൻ നേരത്തെ അവിടെ എത്തിയോണ്ട് ഞാൻ അകത്ത് നിൽക്കുന്നു. നമ്മുടെ കൺമുമ്പിൽ ഈ സ്ത്രീയെ കടിച്ച് ആ പെൺകുട്ടി ഇങ്ങനെ നിലത്ത് വീണ് ഉരുളുകയാണ്. നേരത്തെ ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് രക്ഷിക്കാൻ പോലും പറ്റത്തില്ല. നമുക്ക് വിളിച്ച് പറയുന്നുണ്ട് ഓടി. അപ്പം ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേറൊരാൾ കൊണ്ടൊരു ബേസ് ബോർഡ് തലയിൽ വെച്ച് കൊടുക്കുന്നു, മുഖത്ത് കടിക്കാനും. ആ ഈ കവറിനകത്ത് മുഴുവൻ മുഖം പൊതിഞ്ഞിരിക്കുക ഈച്ചകൾ. പക്ഷെ നമുക്ക് കണ്ടു നിൽക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കുകയും വേണം, രക്ഷിക്കുകയും വേണം. ഞാൻ അലറി വിളിക്കുന്നുണ്ട് ആ സ്ത്രീയോട്, വലത്തോട്ടോട് ഇടത്തോട്ടോട്, കാരണം എങ്ങനെയെങ്കിലും അടുക്കാനൊക്കത്തില്ല അതുപോലെ. പക്ഷേ ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നൊരു എനർജി, ഈ സമയത്ത് എന്നെയും എൻ്റെ അടുത്തേക്കും ചിലർ ഓടി വന്നു, എൻ്റെ ദേഹത്തും വളഞ്ഞു. അപ്പം ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് നമുക്കൊരു പ്രത്യേക എനർജിയാണ്. നമ്മളിതൊക്കെ അങ്ങ് മറന്നു പോകും. ഞാൻ പടമെടുക്കുന്നുണ്ട്. പടമെടുത്ത് കഴിഞ്ഞപ്പം പിന്നെ അങ്ങോട്ടൊരു കിഴപ്പ് തുടങ്ങി. എൻ്റെ തലയിലെ മുറിവ് ഇപ്പോഴും പോയിട്ടില്ല, ഇപ്പോഴും അതേപടി ഇരിക്കുക, പൊറുക്കുന്നില്ല, തല മുഴുവനും കടിച്ചിരിക്കുക. പക്ഷേ ആ സമയത്ത് ആരോ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഓടി വന്ന് എന്നെ രക്ഷപ്പെടുത്തി. അല്ലായിരുന്നെങ്കിൽ മറ്റവരെക്കാട്ടിലും കൂടുതൽ കടി എനിക്കാണ് കിട്ടേണ്ടത്. അതാണ് ഒരു ഭാഗ്യം. എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഓടി വന്ന് എന്നെ അയാളുടെ ദേഹം മുഴുവൻ കടിക്കുന്നുണ്ട്. കളക്ടറേറ്റിലെ ജീവനക്കാരനായിരുന്നു ഏതാണ്ട്. പുള്ളി ഓടി വന്ന് എന്നെ തലമുഴുവൻ ചാക്കിട്ട് മൂടി അങ്ങനെ ആശുപത്രിയിലോട്ട് വണ്ടി കയറ്റി വിടുമായിരുന്നു. എന്നിട്ട് ആശുപത്രിയിൽ ചെന്ന് ഡോക്ടേഴ്സ് പരമാവധി എടുത്തു കളയാൻ നോക്കി. ഇത് പോകാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും തലയിൽ ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ്. ഇപ്പോഴും അത് പുറത്തിട്ടില്ല, 8 മാസത്തോളമായി. ഇപ്പോഴും തല മുഴുവനും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒരു ജീവിതത്തിൽ നമ്മൾ ഫോട്ടോഗ്രാഫിയോടുള്ള ഇതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കാണാനും നിങ്ങളുടെ എല്ലാ അനുമോദനങ്ങൾ കേൾക്കാനും കോഴിക്കോടേക്ക് വീണ്ടും വീണ്ടും വരാൻ പറ്റിയതും. ഇപ്പം ഏറ്റവും ബാക്കിൽ മാതൃഭൂമിയിലെ ഫോട്ടോഗ്രാഫർ ഞങ്ങൾ ഒരുമിച്ചാണ് ചൈനയിലെ ഏഷ്യൻ ഗെയിംസിലൊക്കെ പോയി. ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോഴും വിളിക്കണം എന്ന് വിചാരിച്ചിട്ടൊക്കെ എനിക്ക് പെട്ടെന്ന് ഈ തിരക്കിനിടയ്ക്ക് വിട്ടുപോയി. അപ്പോൾ ഞാൻ കണ്ടില്ലല്ലോ, ഇനി പോകുന്നതിന് മുമ്പെങ്കിലും ഒന്ന് വിളിക്കണം എന്ന് ഓർത്തിരുന്നപ്പം ഏറ്റവും ബാക്കിലിരിക്കുന്നു. വളരെ സന്തോഷം. അങ്ങനെ കോഴിക്കോട്ടുകാരെ എല്ലാവരോടും
ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ഈ ചോയ്ക്കുട്ടിയേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ എക്സിബിഷൻ കാണാൻ, എൻ്റെ കോഴിക്കോട് നടന്ന ലാസ്റ്റ് എക്സിബിഷൻ കാണാൻ മുഴുവൻ വന്ന് കണ്ട് എന്നോട്, അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്നാണ് അഭിജിത്തൊക്കെ ശരിക്കും പറയുന്ന അവരുടെ മാഷാണെന്നൊക്കെ എന്നെ പരിചയപ്പെടുത്തിയത്. പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അഭിജിത്താണെങ്കിലും വിധു, ഇവർക്കെല്ലാവർക്കും എൻ്റെ പ്രസ് ക്ലബ് ഭാരവാഹികളോടും എല്ലാവരോടും ജോയിയേട്ടനോടുള്ള എല്ലാ നന്ദിയും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോഴിക്കോട്ടെ പല തെരുവുകളിലൂടെയും നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം മാഷ കൂടെ കയറിയാൽ നമുക്ക് ചിലയിടത്തൊക്കെ അനുമതി ഇല്ലാതെ ഇടിച്ചു കയറാനൊക്കെ പറ്റും. അങ്ങനെ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ, ബംഗ്ലാദേശ് കോളനിയിലൊക്കെ മാഷ കൂടെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ മാഷ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കില്ല അവിടെയൊന്നും പോവുക, പക്ഷേ യാദൃശ്ചികമായിട്ട് ചില ഫോട്ടോകളൊക്കെ കാണുമ്പം മാഷ് അതറിയാതെ എടുക്കുന്നതാണ്. അങ്ങനെ ഇവിടെ പലരും കാണാത്ത പല ഫോട്ടോസും ഞാൻ മാഷ എനിക്ക് കാണിച്ചു തന്നിട്ട് കണ്ടിട്ടുണ്ട്. മാഷ എന്നെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്. മാഷ കയ്യിൽ എനിക്ക് തോന്നുന്നു അതൊന്നും നശിച്ചു പോയിട്ടില്ലെങ്കിൽ മാഷ കയ്യിൽ എൻ്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരിക്കും പല രീതിയിലുള്ള. പിന്നെ രേഖേച്ചിയെ പറ്റിയിട്ടും ഷനോ ചേട്ടനെ പറ്റിയിട്ടൊക്കെ മാഷ് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടായിരുന്നു.